BJP-യിൽ ഇപ്പോൾ നടക്കുന്ന പടലപ്പിണക്കങ്ങൾ, എസ്പെഷ്യലി ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ സന്ദീപ് ജി വാര്യർ എന്ന പ്രമുഖനായ BJP നേതാവിൻ്റെ കൺസേൺസ്, അയാളുടെ സങ്കടങ്ങൾ അയാൾ പറയുന്നു. അയാൾ ആ പാർട്ടിയിൽ ഒറ്റപ്പെട്ടവനാണ്, അല്ലെങ്കിൽ BJP എന്ന പാർട്ടി അതിലെ നേതാക്കൾ അദ്ദേഹത്തെ തഴയുന്നു തുടങ്ങിയ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ ആസ് എ നൊറേറ്റർ അല്ലെങ്കിൽ ഒരു ഡിബേറ്റർ എന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ TV-യിൽ ഡിബേറ്റ് ചെയ്യുന്ന ഒരു BJP-യിലെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ, അതായത് വിരലിൽ എണ്ണാവുന്ന നേതാക്കൾ മാത്രമേ BJP-യുടെ പക്ഷം നിന്ന് സംസാരിക്കാനുള്ളൂ TV ചർച്ചകളിലൊക്കെ. അതിൽ ഉരുളയ്ക്കുപ്പേരി പോലെ അല്ലെങ്കിൽ കുറുക്കിക്കൊള്ളുന്ന പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മറുപടി തരാൻ കഴിവുള്ള ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് സന്ദീപ് വാര്യർ. ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി പക്ഷേ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും ഈ ഒരു അവസരത്തിൽ പാലക്കാട്, ചേലക്കര, അതുപോലെ തന്നെ വയനാട്, ഇവിടെയൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഒരു കാരണവശാലും ഉന്നയിക്കാൻ പാടില്ലാത്ത പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് പുള്ളി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സന്ദീപ് വാര്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. സംസ്ഥാന നേതൃത്വവുമായി പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി ആകപ്പാടെ പറയണ്ട, പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പാലക്കാടിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന, BJP വേണ്ടി മത്സരിക്കുന്ന കൃഷ്ണകുമാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ ജില്ലാ കമ്മിറ്റിയിലെ പലരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പുള്ളിക്കുണ്ട്. ദിസ് ഈസ് ലൈക്ക് മോർ പേഴ്സണൽ പ്രോബ്ലം ദാൻ പൊളിറ്റിക്കൽ പ്രോബ്ലം. കാരണം പുള്ളീനെ അക്സെപ്റ്റ് ചെയ്യാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊരു ചെയിൻ ഓഫ് ആക്ഷൻസ് ആണെന്ന് പറയുന്നു. എന്നിരിക്കനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ സന്ദീപ് വാര്യർ ഒരിക്കലും ഈ സമയത്ത് ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാലക്കാട് BJPക്ക് വലിയൊരു സാധ്യതയായിരുന്നു തുടക്കത്തിൽ കൽപ്പിക്കപ്പെട്ടിരുന്നത്. ആ സാധ്യത, അതായത് ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ച ആ സാധ്യതയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരേ ഒരു കോൺഗ്രസ് നേതാവിലേക്ക്, അല്ലെങ്കിൽ അതൊരു വൺ മാൻ ഷോ ആയി മാറുന്നൊരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. എസ്പെഷ്യലി ട്രോളിയിൽ പണം കൊണ്ടുവന്നു, അല്ലെങ്കിൽ സ്പിരിറ്റ് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു CPM കൊണ്ടുവന്ന ആരോപണങ്ങൾ, അത് കോൺഗ്രസിന് ആക്ച്വലി മൂർച്ച കൂട്ടുകയാണ് ചെയ്തത്. അവരുടെ പ്രവർത്തനങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ജനപ്രീതി കൂടാനും അത് കാരണമായി. ശരിയായിട്ടുള്ളൊരു കാര്യമാണത്. അറ്റ് ദിസ് മൊമെന്റ് പറയുകയാണെങ്കിൽ, സന്ദീപ് വാര്യർ ആക്ച്വലി ചിന്തിക്കേണ്ടിയിരുന്നത് ഈ ഒരു പ്രശ്നം ഇപ്പോൾ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, സന്ദീപ് വാര്യർ കൃഷ്ണകുമാറിനെ ആക്ഷേപിക്കാൻ, അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ എതിർക്കാനായിട്ട് എടുത്ത വാദം പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ കൃഷ്ണകുമാർ അടക്കമുള്ള ജില്ലയിലും സംസ്ഥാനത്തിലുമുള്ള നേതാക്കൾ BJPയുടെ വന്നില്ല എന്നുള്ളതാണ്. വൈകാരികമായ തലത്തിൽ ഈ ഒരു പ്രശ്നം എടുത്തിടുമ്പോൾ ആളുകളുടെ ഇടയിൽ കൃഷ്ണകുമാറിനോടുള്ള ഇഷ്ടം കുറയാനത് കാരണമാവും. എസ്പെഷ്യലി കൃഷ്ണകുമാറിനെ നല്ല രീതിയിൽ കാണുന്ന ആളുകൾ, BJPക്കാർ പോലും ഒരു അനിഷ്ടം രൂപപ്പെടാൻ അത് കാരണമാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം ഉൾപ്പെടെ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഒരിക്കലും BJPക്ക് ഭൂഷണമല്ല ഫോർ ഷുവർ. ഇടതുപാളയത്തിലേക്ക് സന്ദീപ് വാര്യർ പോവോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു ചർച്ച നടന്നിട്ടുണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇതുപോലെ ഒരു വാർത്താ സമ്മേളനം, അതിനുശേഷം പിന്നീടും പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം വാർത്താ സമ്മേളനം കൊടുക്കുന്ന ഒരു രീതിയും, ആ രീതികളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നത്, ഇറ്റ് ഈസ് പോയിന്റിങ് ഔട്ട് ദാറ്റ് പുള്ളി ഇത്രയും നാള് RSSന്റെ കൂടെയും അല്ലെങ്കിൽ BJPയുടെ കൂടെയൊക്കെ വളർന്നു വന്ന അദ്ദേഹം പയറ്റി തെളിഞ്ഞ രാഷ്ട്രീയ ആശയത്തോട് വിയോജിക്കുന്ന CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യർ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സൂയിസൈഡൽ ഡിസിഷൻ ഫോർ ഹിം.
സന്ദീപ് വാര്യർ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹി ഷുഡ് ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ക്രൈങ് ഇൻ ദ പബ്ലിക്. സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് വെയിറ്റ് അൺടിൽ ദ ഇലക്ഷൻ പ്രോസസ് ഡൺ. അതിനുശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. ഇപ്പൊ BJPക്ക് ഫോക്കസ് സന്ദീപ് വാര്യരിലല്ല. സരിൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഓപ്പർച്യൂണിസ്റ്റിനെ സരിൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഓപ്പർച്യൂണിസ്റ്റ് കോൺഗ്രസിന് വേണ്ടി ഐ ടി സെൽ മേധാവിയായിരിക്കുന്ന സമയത്ത് അതുപോലെ ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു രാത്രിയില്, ഒരു സുപ്രഭാതത്തില് ഓൾ ഓഫ് എ സഡൻ ബിക്കെയിം ഒരു CPM, അതായത് എതിർചേരിയിലുള്ള ഒരു രാഷ്ട്രീയ ശ്രേണിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പരാജയമാണ്. അയാളൊന്നും ഒരു കാരണവശാലും നോബഡി വിൽ അക്സെപ്റ്റ്. ഹി ഈസ് നോട്ട് ഗോയിങ് ടു വിൻ ദിസ് ഇലക്ഷൻ. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി പുള്ളിയുടെ ഇമ്പോർട്ടൻസും തീരും. ഇത് മാത്രമായി ഒരു പക്ഷേ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നുണ്ടാവുക. വരുവാണെങ്കിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിത്വം തരാം. അതൊരു വലിയ കാര്യമാണ്. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടി പാലക്കാട് ജയിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല, എസ്പെഷ്യലി വിത്ത് സരിൻ. എത്രയോ ചുറുചുറുക്കുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് CPM. എന്നിട്ടും സരിനെ പോലൊരു ഓപ്പർച്യൂണിസ്റ്റിനെയാണ് അവർക്ക് പാലക്കാട് കിട്ടിയെന്നുള്ളത് ഇറ്റ്സ് അൺഫെയർ. എനിവേ, അപ്പം സരിന് കിട്ടുന്ന ഇമ്പോർട്ടൻസ്, ഈ ഒരു ഇലക്ഷൻ സമയത്ത് കിട്ടുന്ന ഇമ്പോർട്ടൻസ് തനിക്കും കിട്ടിയേക്കാം എന്നൊരു പ്രതീതി ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് BJP പ്രവർത്തകരടക്കം തന്നെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം സന്ദീപ് വാര്യർക്കുള്ളത്. ഇത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു BJPക്കാരനോ മൊത്തം BJPക്കാർക്കോ ആ സംഘടനയ്ക്കോ ഒന്നും ഭൂഷണമല്ല. സോ സ്റ്റോപ്പ് ഇറ്റ് മാൻ. ജസ്റ്റ് നിങ്ങളുടെ കൺസേൺസ് നിങ്ങൾക്ക് പറയാം, നോട്ട് നൗ, ലേറ്റർ. അത് അങ്ങനെ ആകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ ഇല്ലാത്ത ഒരാളായി മാറും. പാർട്ടി അണികൾക്ക് നിങ്ങളൊരു ബാധ്യതയാണ് ഇപ്പോഴേ. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇവിടെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സെൻട്രൽ നേതൃത്വ നിലയിലേക്ക് എത്തിക്കുക കാര്യങ്ങൾ. ആളുകൾ ഇപ്പോൾ തന്നെ അത് ശ്രദ്ധിക്കുന്നുണ്ടാകും. അപ്പോൾ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ പാർട്ടിയിൽ ഇതുപോലൊരു ഇമ്പോർട്ടൻസ് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പാർട്ടിക്ക് താങ്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് വളരെ മോശമാണ്. പിന്നെ കൃഷ്ണകുമാർ ജയിക്കാൻ സാധ്യതയുള്ളായിരുന്ന വ്യക്തി ഇനിയിപ്പം അറിയില്ല, പോസിബിലിറ്റി വളരെ കുറവാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഇതൊരു CPM കോൺഗ്രസ് ഫൈറ്റിലേക്ക് ആ ഫോക്കസ് മാറിയിരിക്കുകയാണ്. എസ്പെഷ്യലി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും അധികം മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് തോന്നുന്നു പ്രചരണത്തിലെല്ലാം. എനിവേ, ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ്. ആൻഡ് വളരെ വാശിയേറിയിട്ടുള്ള ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ് നടക്കുന്നത്. അതിൻ്റെ റിസൾട്ടുകൾ വരാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്യാം.